നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടറാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണ്? ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ മെയിനായിട്ട് 3 ഡിവൈസസ് അല്ലെങ്കിൽ 3 കോമ്പണൻസ് ആണ് തീരുമാനിക്കുന്നത്. അതായത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഈ 3 യൂണിറ്റുകളും ചേർന്നതാണ് ഒരു ബേസിക് കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫസ്റ്റ് വൺ ഇൻപുട്ട് ഡിവൈസസ്. അത് നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്തു. നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് ഇൻപുട്ട് ഡിവൈസസ്. കീബോർഡ്, മൗസ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഡാറ്റ അങ്ങോട്ട് കൊടുക്കുന്നു, അതിനെ മെഷീൻ റീഡബിൾ ഫോമിലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നു. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ ഷോ ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുക. നമ്മുടെ മോണിറ്റർ, സ്പീക്കർ, പ്രിൻ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതായത് മെഷീനിൽ പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ നമുക്ക് റിസൾട്ടായിട്ട് മാൻ റീഡബിൾ ഫോമിലേക്ക് അല്ലെങ്കിൽ ആ ഫോർമാറ്റിലേക്ക് തരുന്നതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനിയാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സി പി യു എന്ന് നമുക്കറിയാം. സി പി യു ഈസ് കൺസിഡർ ആസ് എ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ അല്ലേ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനായിട്ടാണ് നമ്മൾ സി പി യുവിനെ കണക്കാക്കുന്നത്. സി പി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോമ്പണൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഏരിയയാണ്. ഈ സി പി യു ആണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യണത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെമ്മറി യൂണിറ്റും ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് ഡിവൈസ് എല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഈ സി പി യു യൂണിറ്റിൽ വെച്ചിട്ടാണ്. മെയിനായിട്ട് സി പി യുവിൽ 3 കോമ്പണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ മെമ്മറി ഓർ സ്റ്റോറേജ് യൂണിറ്റ്, സെക്കൻഡ് വൺ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് തേർഡ് വൺ കൺട്രോൾ യൂണിറ്റ്. ഈ 3 യൂണിറ്റും ചേർന്നതാണ് ഒരു സി പി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ മെമ്മറി ഓർ സ്റ്റോറേജ് യൂണിറ്റ്. പേരിൽ തന്നെ ഉണ്ട്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് മെമ്മറി യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഒരു കമ്പ്യൂട്ടറിന് 2 സ്റ്റോറേജ് യൂണിറ്റാണ് ഉണ്ടാവുക. ഒന്ന് പ്രൈമറി മെമ്മറി, സെക്കൻഡ് വൺ സെക്കൻഡറി മെമ്മറി. അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൊളാറ്റൈൽ ഇൻ നേച്ചർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡാറ്റയും അവിടെ ഒരു ടെമ്പററി ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അവിടെ ഒരു ഡാറ്റയും നമുക്ക് പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയാണ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫായി പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ എല്ലാം ലോസ് ആയിട്ട് പോവും. ഇവിടെ നമുക്ക് ഒരിക്കലും ഡാറ്റയെ പെർമനൻ്റ് ആയിട്ട് നിർത്താൻ കഴിയില്ല. ഇതൊരു ടെമ്പററി മെമ്മറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇവിടെ ചെയ്യുന്നത് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഒക്കെ ഒരു പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് വേണ്ടി വരുന്ന ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് പ്രൈമറി മെമ്മറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി മെമ്മറി മെയിനായിട്ട് 2 എണ്ണമാണുള്ളത്. ഒന്ന് റീഡ് ഓൺലി മെമ്മറി, സെക്കൻഡ് വൺ റാൻഡം ആക്സസ് മെമ്മറി, റാം ആൻഡ് റോം. ഇനി എന്താണ് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. ഒരു കമ്പ്യൂട്ടറിൽ ആ കമ്പ്യൂട്ടർ ഓണായിരിക്കുന്ന സമയത്ത് ആ കമ്പ്യൂട്ടറിൻ്റെ ആക്സസ്സുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് റാൻഡം ആക്സസ് മെമ്മറി. അതായത് എല്ലാ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ടെമ്പററി ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് എന്താണ്, വൊളാറ്റൈലാണ്. കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് നഷ്ടപ്പെടും. കാരണം ഇതൊരു പ്രൈമറി മെമ്മറിയാണ്. സോ കമ്പ്യൂട്ടർ ഓണായിരിക്കുന്ന സമയത്ത് മാത്രമേ റാം നമുക്ക് അവൈലബിളായിട്ട് ഉണ്ടാവുള്ളൂ. ഇനി സെക്കൻഡ് വൺ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. ഈ മെമ്മറിക്ക് എന്താണെന്ന് വെച്ചാൽ വിച്ച് ക്യാൻ ഓൺലി റീഡ് കണ്ടന്റ്. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള കണ്ടൻസ് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് റോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും അതേ വൊളാറ്റൈലാണ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റോമിലുള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും. സോ അതാണ് റാമും റോമും. ഇതാണ് 2 പ്രൈമറി മെമ്മറിയിൽ വരുന്ന രണ്ട് ഏരിയാസ്, റാമും റോമും.
സോ പ്രൈമറി മെമ്മറി എന്താ പറയുന്നത് വോളാറ്റൈലാണ്, ഇത് ടെമ്പററി മെമ്മറി ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ മെമ്മറിയാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന മെമ്മറിയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളാറ്റൈൽ ഇൻ നേച്ചറാണ്. അതായത് അതിലൊരു സംഭവം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കാലത്തും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ അത് നഷ്ടപ്പെടുള്ളൂ, അല്ലെങ്കിൽ അത് പെർമനൻറ്റ് മെമ്മറി ആയിട്ടാണ് അല്ലെങ്കിൽ പെർമനൻറ്റ് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ മെയിനായിട്ട് നമ്മുടെ സെക്കൻഡറി മെമ്മറീനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. ഇത് മൂന്നുമാണ് ഒരു നമുക്കറിയാം സെക്കൻഡറി മെമ്മറിയിൽ ഓൾറെഡി വരുന്ന എക്സാമ്പിൾസ് നമുക്കറിയുന്നത് എന്തൊക്കെയാണ്? CD, പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, ഈ സാധനങ്ങളൊക്കെയാണ് നമുക്കറിയുന്ന എന്താ പറയുക സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റുകൾ. ഇതിനെ പക്ഷേ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റിജിഡ് മെറ്റീരിയൽസ് ആൻഡ് ആർ യൂഷ്വലി എ സ്റ്റാക്ക് ഓഫ് മെറ്റൽ ഡിസ്ക് സീൽഡ് ഇൻ എ ബോക്സ്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഹാർഡ് ഡിസ്ക് കണ്ടിട്ടുള്ളതാണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിജിഡ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട് ഹാർഡായിട്ടുള്ള ഡിസ്ക്കാണ്. സോ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റൽ ഡിസ്ക് സീൽഡ് ബോക്സിനെയാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് പറയുന്നത്. നമ്മൾ പല വലുപ്പത്തിലുള്ള ഹാർഡ് ഡിസ്കുകളും കണ്ടിട്ടുണ്ട് അല്ലേ. സോ ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യുന്ന ഡാറ്റയൊക്കെ എന്താ പെർമനൻ്റ് ആണ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അതെന്താണ് റീറൈറ്റബിൾ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ട് വേറെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് കോമ്പാക്ട് ഡിസ്ക്. കോമ്പാക്ട് ഡിസ്ക് ഒക്കെ ഇപ്പോൾ യൂസേജ് കുറഞ്ഞു വരുന്നൊരു സാധനമാണ് CD എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ കൂടുതൽ CDs ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ പെൻ ഡ്രൈവും ഹാർഡ് ഡിസ്കൊക്കെ വന്നപ്പോൾ നമ്മൾ CDയുടെ യൂസേജൊക്കെ വളരെയധികം കുറഞ്ഞു. ഇത് പോർട്ടബിൾ ഡിസ്ക്കാണ്. അതായത് നിങ്ങളെല്ലാവരും CD കണ്ടിട്ടുണ്ടാവും. അതിൽ 650 MB മുതൽ 750 MB വരെയുള്ള 700 MB വരെയുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അധികമായിട്ടും കോമൺലി യൂസ് ചെയ്യുന്ന CDകളൊന്നും റീറൈറ്റബിൾ അല്ല, പക്ഷേ റീറൈറ്റബിൾ ആയിട്ടുള്ള CDകളും അവൈലബിൾ ആണ്. ഇനി ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്, ദാറ്റ് ഈസ് DVD എന്ന് വെച്ച് കഴിഞ്ഞാൽ CDനേക്കാളും കുറച്ചും കൂടി സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതാണ് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്, അതായത് DVD എന്ന് പറഞ്ഞാൽ 7 GB വരെ സേവ് ചെയ്യാൻ DVDയിൽ പറ്റും. സോ ഇത് മൂന്നുമാണ് 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് യൂണിറ്റിൽ പറയാൻ പറ്റുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPU-ൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ്. CPU-ലെ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞത് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി, സെക്കൻഡറി. ഇനി സെക്കൻഡ് വണ്ണാണ് അരിതമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. അതായത് അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് അരിതമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ്, സച്ച് ആസ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതേപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ലോജിക്കലി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഒരു യൂണിറ്റിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് വണ്ണാണ് കൺട്രോൾ യൂണിറ്റ്. CPU-ൻ്റെ 3-ാമത്തെ കോമ്പണൻ്റാണ് കൺട്രോൾ യൂണിറ്റ്. ഫസ്റ്റ് വൺ മെമ്മറി യൂണിറ്റ്, സെക്കൻഡ് വൺ അരിതമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, തേർഡ് വൺ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുക. ലൈക്ക് ഇൻപുട്ടിനെ, പ്രോസസ്സിങ്ങിനെ, ഔട്ട്പുട്ടിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓപ്പറേഷൻസും കൺട്രോൾ യൂണിറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് CPU-ൻ്റെ ഒരു ഭാഗമാണ്. സോ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, CPU, ഇത്രയും വരുന്നതാണ് നമ്മുടെ ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്.